നന്ദു, നാളെ മുതൽ നീ സൊസൈറ്റിയിൽ പാൽ കൊണ്ടുപോയി കൊടുക്കണം. ആ അച്ഛാ. നന്ദേട്ടൻ സമ്മതിച്ചു. സുന്ദരി പ്രസവിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. നന്നായി പാൽ കിട്ടിത്തുടങ്ങി. മാളു കുടിച്ചു കഴിഞ്ഞും അകിട്ടിൽ പാല് കെട്ടി നിൽക്കും. ആദ്യത്തെ 3-4 ദിവസം മാളു കുടിച്ച് കഴിഞ്ഞുള്ള പാൽ അമ്മ പിഴിഞ്ഞു കളഞ്ഞു. പാലെന്താ കളയണേ? അത് നമുക്ക് കുടിക്കാറായിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. മാളുവിനെ രാത്രി കയറിൽ കെട്ടിയിട്ടു തുടങ്ങി. രാവിലെ അമ്മ അവളെ അഴിച്ചുവിട്ട് കുടിപ്പിക്കും. അകിട്ടിൽ കുത്തി അവൾ പതിയെ കുടിക്കുമ്പോഴേക്കും സുന്ദരി പാൽ ചുരത്തും. അപ്പോൾ അമ്മ മാളുവിനെ പിടിച്ചു കെട്ടും. അതവൾക്ക് തീരെ ഇഷ്ടമില്ല. വായിൽ പതയുമായി കൊതിയോടെ മടിച്ചാണ് അവർ മാറി നിൽക്കുക. പിന്നെ മുഴുവൻ കറന്നു കഴിഞ്ഞ് വീണ്ടും അവളെ അഴിച്ചുവിടും. അവൾ ഫീഡിൽ പാൽ കുടിക്കുമ്പോൾ അമ്മ പറയും, കള്ളി മകൾക്ക് കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളവും പുല്ലും കൊടുക്കുന്നത് ഞാൻ. അച്ഛൻ വലിയൊരു തൂക്കുപാത്രം വാങ്ങി. 10 ലിറ്റർ കൊള്ളുമത്രേ. ആദ്യ ദിവസം പാൽ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ പാലിന്റെ കണക്കെഴുതിയ ഒരു ബുക്ക് അമ്മയ്ക്ക് കൊടുത്ത് നന്ദേട്ടൻ പറഞ്ഞു, സൊസൈറ്റിയിൽ നിന്ന് തന്നതാ പാലിന്റെ കണക്കെഴുതാൻ. ഇന്ന് 7 ലിറ്റർ പാലളന്നു. അമ്മയുടെ മുഖം തെളിഞ്ഞു. രാവിലെയാണ് പാൽ സൊസൈറ്റിയിൽ പാലെടുക്കുക. അതുകൊണ്ട് രാവിലത്തെ പാൽ മുഴുവൻ അവിടെ കൊടുക്കും. ഉച്ചയ്ക്കും പാല് കറക്കും. അതാണ് കുടിക്കാനും ഉറയൊഴിച്ച് തൈരാക്കാനും എടുക്കുന്നത്. ഇഷ്ടം പോലെ പാലും മോരും ഒക്കെ കിട്ടിത്തുടങ്ങി. പാലുള്ളത് കൊണ്ട് ദാരിദ്ര്യമില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടു. മുകുന്ദേട്ടനാണ് ഏറ്റവും കൂടുതൽ പാൽ കുടിക്കുന്നത്. രാത്രി ചോറിന് പകരം 1 കപ്പ് പാലാണ് അകത്താക്കുന്നത്.